5:30 ഇന്ന് ഓൾമോസ്റ്റ് 3-ാമത്തെ ആഴ്ചയായി ഞാൻ 5 മണിക്ക് എഴുന്നേറ്റിട്ട് ജിമ്മിൽ പോകാൻ തുടങ്ങിയിട്ട്. ഒരു ദിവസം കഴിഞ്ഞ സാറ്റർഡേയും പിന്നെ ഈ വെനസ്ഡേയും സ്കിപ്പായി പോയി. പക്ഷെ അത് കുറച്ച് പേഴ്സണൽ റീസൺസ് കാരണമായിരുന്നു. സോ ഇതിപ്പോൾ 5 മണിക്ക് എഴുന്നേക്കാന്നുള്ളതൊരു പ്രശ്നം അല്ലാതായി മാറി. കാരണം ഇതൊക്കെ റിപ്പീറ്റേഷനിൽ കൂടെ ഒരു ഹാബിറ്റായി മാറുകയാണല്ലോ. യെസ്, സോ ഇന്ന് പുഷ് പുൾ ഡേ ആണ്. ഇന്ന് സാറ്റർഡേയും കൂടി ആയതുകൊണ്ടായിരിക്കണം ജിമ്മിൽ ആകെ 3 പേരേ ഉള്ളൂ. പക്ഷേ ഇത് മുകളിൽ വേറൊരു ഫ്ലോറും കൂടി ഉണ്ടെന്ന് എനിക്ക് ഇന്നാ മനസ്സിലായത്. 2 ആഴ്ച കഴിഞ്ഞിട്ട് ഇങ്ങനെ പതിയെ ഓരോന്ന് ഫിഗർ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ. കാരണം എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. അതുപോലെ വെയിറ്റ് എടുക്കുന്നതിന് ടെക്നിക്സും എത്ര വെയിറ്റ് എടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പതിയെ മനസ്സിലാക്കിക്കൊണ്ട് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിന്ന് പുഷ് കഴിഞ്ഞ് പുൾ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ബാക്കും ബൈസും. സോ ചെസ്റ്റ് സപ്പോർട്ടഡ് ബാക്ക് മെഷീൻ ഉണ്ടല്ലോ, അതിന് ഇനിയും പറഞ്ഞ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് താഴ്ത്തായിരുന്നു. പക്ഷെ ഇത് മുകളിലായതുകൊണ്ട് അത് ചെയ്യാൻ വേണ്ടി ഞാൻ മേളിലേക്ക് വന്നു. പക്ഷെ ആരുമില്ല. പുറത്തോട്ട് നോക്കിയാൽ റോഡും ഫുൾ 4th ബ്ലോക്ക് ഏരിയ, ഞാൻ താമസിക്കുന്ന സ്ഥലമൊക്കെ കാണാം. എനിക്കൊന്ന് രാവിലെ വരുന്നതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇത് തന്നെയായിരിക്കും. ആളുണ്ടെങ്കിൽ കുഴപ്പമുണ്ടെന്നല്ല, ഇപ്പം എനിക്കിങ്ങനെ സംസാരിക്കാൻ പോലും പറ്റുന്നത് ഞാൻ നേരത്തെ വന്നതുകൊണ്ടും ആരും ഇല്ലാത്തത് കൊണ്ടുമാണ്. സോ എനിക്കൊരു കാര്യം മനസ്സിലായത്, കഴിഞ്ഞൊരു 3 ആഴ്ചയായിട്ട് ഞാൻ 6-7 മാസമായിട്ട് വെറുതെ ഐഡിലായിട്ടിരിക്കുകയായിരുന്നു. ഐഡിലായിട്ട് വീട്ടിലാണെങ്കിലും വർക്കിലാണെങ്കിലും എവിടെയാണെങ്കിലും. പക്ഷെ ഇങ്ങനൊരു ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ബോഡിക്ക് ഇത് എത്രത്തോളം നീഡഡ് ആയിരുന്നു.